ആ സ്വഹാബത്ത് ഒന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ പിറന്നാൽ കാണുന്ന വിധത്തിലുള്ള ആഘോഷങ്ങൾ നിർവഹിക്കുന്നില്ല. അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. ചുരുക്കി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് 4 പേരാണല്ലോ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുതൽ അലി റളിയല്ലാഹു തആല അൻഹു വരെയുള്ള 4 ഖുലഫാഉർ റാഷിദീങ്ങൾ. അവരുടെ മൊത്തം ഭരണകാലം എന്ന് പറയുന്നത് 30 വർഷമാണ്. ദീർഘമായ 3 പതിറ്റാണ്ട് കാലം ഭരണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇങ്ങനൊരു ആഘോഷം അവർ കൊണ്ടാടിയതായി ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. ആദ്യത്തെ 2 ഭരണാധികാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വൈവാഹിക ബന്ധമുള്ളവരാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവരെയാണ് റസൂലുള്ളാഹി വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ കുടുംബപരമായ ബന്ധമുണ്ട്, ആദർശപരമായ ബന്ധമുണ്ട്, തന്റെ കയ്യിൽ അധികാരമുണ്ട്, ബൈത്തുൽ മാലിൽ ധാരാളമായി സ്വത്തുണ്ട്. എന്നിട്ടും അങ്ങനെ ഒരു ചര്യ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആചാരം നടത്തണമെങ്കിൽ ഒരു ഭൗതികമായ തടസ്സമാണ് മുമ്പിലില്ല. ഏക തടസ്സം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇല്ല എന്നത് മാത്രമാണ്. രണ്ടാമത്തേത് ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഫ്സ എന്ന് പറയുന്ന ഭാര്യ പിതാവാണ്. അദ്ദേഹം 10 വർഷക്കാലം ഭരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടിയില്ല. ബാക്കി 2 ഭരണാധികാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമക്കളാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ മരുമകനാണ്. 2 പെൺമക്കളെ വിവാഹം ചെയ്ത ആളാണ്. അദ്ദേഹം അങ്ങനെ ഭരണം നടത്തി അങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടിയിട്ടില്ല. 12 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. ബൈത്തുൽ മാലിൽ മുൻ ഭരണാധികാരികളെക്കാളേറെ ബൈത്തുൽ മാലിൽ ഏറെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അലി റളിയല്ലാഹു തആല അൻഹു ആകട്ടെ കുടുംബപരമായും ബന്ധമുണ്ട്, വൈവാഹികപരമായും ബന്ധമുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിന്റെ മകനും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവുമാണ്. ആ നിലക്കുള്ള കുടുംബപരമായ ബന്ധമുണ്ട്, ആദർശപരമായ ബന്ധമുണ്ട്. നമ്മളെക്കാളേറെ റസൂലുള്ളാഹിയെ സ്നേഹിച്ചവരാണ് അവർ എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും അവരൊന്നും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദീർഘമായ 40 വർഷക്കാലത്തിലേറെ ജീവിച്ചിട്ടുള്ള മഹദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ആ 9 ഭാര്യമാരിൽ ഏതെങ്കിലും ഒരു ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു മെഴുകുതിരി കത്തിക്കുകയോ ഒരു ചന്ദനത്തിരി കത്തിക്കുകയോ അതിന്റെ പേരിൽ ഒരു കാരക്കയുടെ ചീള് സ്വതക്ക ചെയ്യുകയോ ചെയ്ത ചരിത്രം നമുക്ക് എവിടെയും കാണുക സാധ്യമല്ല. ഇത് ആഘോഷിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അത് ഉത്തമ നൂറ്റാണ്ടിന് ശേഷം വന്നതാണ് എന്നാണ്. മൗലിദ് ആഘോഷിക്കുന്ന, നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പോലും പറയുന്നത് ഇത് ബാദൽ ഖുറൂനിൽ മുഫല്ലല, ഉത്തമമായ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉടലെടുത്തതാണ് എന്നാണ്. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് കഴിഞ്ഞുപോയവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം കേട്ടിട്ടുള്ള 1,24,000 സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവരാരും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കുടുംബപരവും ആദർശപരമായ ബന്ധമുള്ള ഒരുപാട് ആളുകൾ, അഇമ്മത്തുൽ അർബഅ 4 ഇമാമുകൾ, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, അബൂ ഹനീഫ. ഇമാം മാലിക് റഹിമഹുല്ല ശാഫിഈ റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ല, അബൂ ഹനീഫ റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ ശിഷ്യനാണ്. ഇങ്ങനെയുള്ള മഹാരഥന്മാരായ അഇമ്മത്തിന്റെ ഇമാമുകൾ, അഇമ്മത്തുകൾ ആരും തന്നെ ഇത്തരം ഒരാഘോഷം നടത്തിയിട്ടില്ല എന്നാണ്. ഇത് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്നതാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറിയപ്പെട്ട മുഹദ്ദിദുകൾ ജീവിച്ച കാലമാണ്. മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും തുടങ്ങിയിട്ടുള്ള
അറിയപ്പെട്ട ഇമാം മുഹദ്ദിദുകൾ ഹദീദ് പണ്ഡിതന്മാർ ജീവിച്ച കാലമാണ് 3 നൂറ്റാണ്ട് കാലം എന്ന് പറയുന്നത്. ആ കാലത്തുള്ളവരാരും ഇങ്ങനൊരു ആഘോഷത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അറിയാഞ്ഞിട്ടാണോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടും അറിയാതെ പോയതാണോ? അതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചുവടുകളും അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടത്തെ സംബന്ധിച്ച് വ്യാജ നിർമ്മിതമായ ഹദീസുകൾ വരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് അങ്ങനെ അറിയാതെ പോയി എന്നും പറയാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ സ്നേഹമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ പറ്റും, അത് സ്വഹാബികളാണ്. സ്വഹാബികളുടെ അത്ര റസൂലുള്ളാഹിയെ സ്നേഹിച്ച ഒരാളുമില്ല. എന്നിട്ട് അവർ ആഘോഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട് ആഘോഷിച്ചില്ല? അവർ യഥാർത്ഥ പ്രവാചക സ്നേഹികളായതുകൊണ്ട് എന്ന് അതിന് മറുപടി പറയാൻ പറ്റൂ. ഞാൻ മൗലിദ് ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട്. അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത് എന്ന് പിടിവാശിയുള്ളത് കൊണ്ട് ഞാനത് ആഘോഷിക്കുന്നില്ല. ഇങ്ങനെ പറയാൻ സാധിക്കണം? എന്റെ ജീവിതത്തിന്റെ പരമാവധി ഞാൻ അവിടുത്തെ ചര്യ അനുധാവനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു ചര്യയെ ഒരിക്കലും എന്റെ ജീവിതവുമായി സന്ധിക്കാത്ത വിധം അതിനെ ദൂരെ നിർത്താനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികൾ ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള ഉത്കടമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള സ്വഹാബികൾ അഖിലവും ചെയ്തിട്ടുള്ളത്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ളവരും അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് എന്നത് ചരിത്രം വളരെ വ്യക്തമായി അതിന് മറുപടി നൽകുന്നുണ്ട്. ഷിയാക്കൾ തുടക്കം കുറിച്ചതാണ്. അവരാണ് ആഘോഷങ്ങളുടെ എല്ലാ ആഘോഷങ്ങളുടെയും ഉപജ്ഞാതാക്കൾ അവരാണ്. അതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷം മാത്രമല്ല, എല്ലാ വർഷത്തിലും എല്ലാ മാസത്തിലും അവർക്ക് വ്യത്യസ്ത തരമായ ആഘോഷങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ അവർ പടച്ചുണ്ടാക്കിയ ഒരാഘോഷമാണ് നബിദിനാഘോഷം എന്നുള്ളതും ചരിത്രം വളരെ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി ജനിച്ചത് തിങ്കളാഴ്ചയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ജനിച്ച ദിവസം അത് ആഘോഷിക്കാൻ പറ്റിയ ദിവസമല്ല. കാരണം ജനിച്ച ദിവസം തിങ്കളാണ്. തിങ്കൾ നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത്. നോമ്പും ആഘോഷവും ഒത്തുപോകില്ല. അതുകൊണ്ട് തിങ്കളാണ് റസൂലുള്ളാഹി ജനിച്ചത്. എല്ലാ തിങ്കളും, റബീഉൽ അവ്വൽ തിങ്കൾ മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ആഘോഷിക്കാൻ പറഞ്ഞ ദിവസം നോമ്പ് പാടില്ല. ബലിപെരുന്നാകും ചെറിയ പെരുന്നാകും ഒക്കെ നോമ്പ് നിഷിദ്ധമാണ്. ആഘോഷവും നോമ്പും സമരസപ്പെട്ടു പോകാത്ത കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്, അത് ആഘോഷിക്കുകയല്ല വേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്നാണ് കൃത്യമായി ചരിത്രകാര ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പൂർണ്ണമായി ജീവിതത്തിൽ പിൻപറ്റി യഥാർത്ഥ പ്രവാചക സ്നേഹികളായി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുക.